കഴിഞ്ഞ 2, 3 ആഴ്ചയായിട്ട് നമ്മളെല്ലാവരും ഡെയിലി കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എലിസബത്ത് ഉദയൻ്റെ വിഷമങ്ങൾ. എലിസബത്ത് അത് വീഡിയോയിലൂടെ വന്ന് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് എലിസബത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എലിസബത്ത് ഉദയനെ എന്തോ പനിയോ തൊണ്ടയ്ക്ക് വേദനയോ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ നമ്മൾ എലിസബത്തിനോടുള്ള സ്നേഹം കൊണ്ടും റെസ്പെക്റ്റ് കൊണ്ടും പറയുന്ന ഒരു കാര്യമാണിത്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും തോറും നമ്മുടെ പാസ്റ്റ് നമ്മൾ തന്നെ ഇങ്ങനെ ചെകഞ്ഞെടുത്തുകൊണ്ട് വന്ന് നമ്മളത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോൾ ഇത് നമ്മളെ തന്നെ വീണ്ടും വീണ്ടും തളർത്തുകയാണ്. ആൾക്കാർ പറയും എലിസബത്ത് ബോൾഡ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാർക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് കണ്ടന്റും കിട്ടും, ഇതൊക്കെ ചെയ്യാനും കിട്ടും. ഇവരൊക്കെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം. പക്ഷേ നമ്മൾ ലീഗലി പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു നീതി പോലും കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ഇപ്പം ഈ പറഞ്ഞ പോലെ വനിതാ കമ്മീഷൻ അതുപോലെ പല പല സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ആൾക്കാരൊക്കെ ഏറ്റെടുത്താൽ നമുക്ക് എന്തെങ്കിലും നീതി കിട്ടുമായിരിക്കും. പക്ഷേ എലിസബത്ത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്കുണ്ടായ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ ഇങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞിപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും എലിസബത്ത് ഈ വീഡിയോ ഇടുന്നത് നിർത്തുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. കാരണം അത് എലിസബത്തിനെ തളർത്തും. നമ്മളെപ്പോഴും നമ്മുടെ പാസ്റ്റ് മറക്കാൻ ശ്രമിക്കുക. എലിസബത്ത് ഒരു ഡോക്ടറാണ്. എലിസബത്തിന് ഇത്രയും വിവരങ്ങളുണ്ട്. നമ്മളിങ്ങനെ പാസ്റ്റ് പറയുന്നതും തോറും നമ്മൾ തന്നെ ഫിസിക്കലി മെൻ്റലി ഓരോ ദിവസവും ഡൗൺ ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ ചിന്തകൾ കൂടും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സംഭവങ്ങളെല്ലാം എലിസബത്ത് അങ്ങ് മറന്നിട്ട് എലിസബത്ത് ഒരു പുതിയ ജീവിതം ആരംഭിച്ചാലുണ്ടല്ലോ, എലിസബത്തിൻ്റെ ഫ്യൂച്ചർ വളരെ നന്നായിട്ട് പോകും. നിങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ഒരു സന്തോഷം കിട്ടും. എലിസബത്ത് നല്ലൊരു ഹാപ്പിനെസ്സിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുക. അതായത് ഇപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് എടുത്തിടും തോറും ഓരോ ദിവസവും എലിസബത്തിന് പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. കേൾക്കുന്ന ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഉള്ളവരൊക്കെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് ഇത് എടുത്തിട്ട് ചെയ്യാനുള്ള കണ്ടന്റ് ആകുകയും ചെയ്യും. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് നീതി കിട്ടണമെന്നില്ല. നമ്മളിനി ലീഗലി പോയാൽ തന്നെ നീതി കിട്ടുന്നില്ല എന്ന് എലിസബത്തിന് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും എലിസബത്ത് ഇങ്ങനെ വന്ന് വീഡിയോയിലൂടെ പറയുന്നത്. പക്ഷേ ഇങ്ങനെ വീഡിയോയിലൂടെ കണ്ടിന്യൂസ് പറയുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ തന്നെ ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. എത്ര ബോൾഡാന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പാസ്റ്റ് എടുത്ത് വെച്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ഭയങ്കരമായിട്ട് ബാധിച്ച് നമുക്ക് പലവിധ അസുഖങ്ങളുണ്ടാകും. അതുകൊണ്ട് എലിസബത്ത് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇതെല്ലാം അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. നല്ലൊരു ഹാപ്പിനെസ് ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക.